രേഖപ്പെടുത്തുന്ന ഒരു രചനയാണ്. അതിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത് ജി സുധാകരൻ സാർ തന്നെയാണ്. അദ്ദേഹം പുറത്തിയാടിനെ വിശേഷിപ്പിക്കുന്നത് മാവേലിക്കരുടെ ഹൃദയഭാഗം എന്നാണ്. കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മാവേലിക്കരോടുള്ള സ്നേഹം കൊണ്ട് വിയോജിപ്പ് തോന്നും. പക്ഷെ വസ്തുത അതാണ്. കാരണം ഒന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരു ചന്ത ഈ മാവേലിക്കരയിൽ പുറത്തിക്കാട്ടാണ് ഏറ്റവും പ്രസിദ്ധമായി പണ്ടുണ്ടായിരുന്നത്. ഇന്ന് ചന്ത അന്യവൽക്കരിക്കപ്പെട്ടു. പാറപ്പുറത്ത് സ്വപ്നങ്ങളുടെ കളിവീടുകളുടെ അത് യാഥാർത്ഥ്യമാകുന്ന കർമ്മഭൂമിയാണ് ചന്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. പുറത്തിയാടി ചന്ത അങ്ങനെ ഒരു കർമ്മഭൂമിയായിരുന്നു. നമ്മുടെ എല്ലാം സ്വപ്നങ്ങൾ അധ്വാനത്തിലൂടെ, നേരത്തെ പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ മൂല്യം എന്ന് പറയുന്നത് അധ്വാനമാണ്. ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത് നമ്മൾ മുന്നേറി. സുരേഷ് അദ്ദേഹത്തിന്റെ ജീവിതം മാത്രമല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്, അനുഭവങ്ങൾ മാത്രമല്ല, ആലോചനകളുമുണ്ട്. ആ പുസ്തകത്തിന്റെ ഒരു ഐറണി, ഒരു വൈപരീത്യം മാത്രം പറഞ്ഞ് ഞാൻ എന്റെ പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കുകയാണ്. തുറന്ന് കിടന്നിരുന്ന ഒരു ആൽച്ചുവട് കെട്ടി അടയ്ക്കപ്പെട്ട അമ്പലമായി മാറിയതും സജീവമായിരുന്ന ചന്ത അന്യമായി തീർന്നതും സുരേഷ് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാടിന് വന്ന മാറ്റമാണ്. അധ്വാനത്തെക്കാൾ കൂടുതൽ അനുഗ്രഹം ഒരു മോഹമായി നമ്മൾ കൊണ്ടു നടക്കുന്നു. നമ്മളുടെ ജീവിതം എവിടെയും എത്തുന്നില്ല. ഏറ്റവും ആലോചിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ ആലോചനയിലേക്ക് സമയമില്ലാത്തത് കൊണ്ട് മാത്രം നിർത്തുന്നു. ഓരോ അധ്യായവും ജീവിതത്തെ പുനർനിർണയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. നിലപാടുകൾ സ്വീകരിക്കാനും തിരുത്താനും ഒക്കെ പ്രേരണ നൽകുന്നതാണ്. മർമ്മരം, ആലിന്റെ ഇലകളുടെ ചെറു ശബ്ദമാണ്. അതൊരാരവമാക്കി മാറ്റിയിട്ടുണ്ട് കൊച്ചു കൊച്ചു അനുഭവങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ്. അദ്ദേഹത്തിന് ഈ പുസ്തകത്തിന്റെ 2ാം പതിപ്പിന് എല്ലാ ആശംസകളും നേരുന്നു. ഓരോ മാവേലിക്കരക്കാരനും ഓരോ നാട്ടുകരക്കാരനും നിർബന്ധമായും വായിക്കണം നമ്മുടെ ഇന്നലകൾ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. സ്ഥലത്തിലും കാലത്തിലും നമുക്ക് ഇന്നലകളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. നന്ദി. പുസ്തക സമർപ്പണം. ഈ വേദിയിൽ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്ത സാമൂഹ്യ മാറ്റത്തിന് 5 മാറ്റങ്ങൾ എന്ന പുസ്തകം ശ്രീ ജി സുധാകരൻ സാറിന് നൽകുന്നതിനായി പുസ്തകോത്സവ സമിതി വൈസ് ചെയർമാൻ ശ്രീ ജെ മഹാദേവനെ ക്ഷണിക്കുന്നു.